പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ സഭയിൽ കൊണ്ടാടുകയാണ്. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് പത്രോസിന് പറയാനുണ്ടായിരുന്നത് ഇതാണ്: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പൗലോസിൻ്റെ മാറിമറിഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു: ദൈവസ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ആപത്തോ വാളോ നഗ്നതയോ മരണമോ പട്ടിണിയോ ക്ലേശമോ ഒന്നിനുമാവില്ല എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അളക്കാൻ പോന്ന വിധം ജീവിതത്തെ പാകപ്പെടുത്തി. ക്രിസ്തുവിന് വേണ്ടി രണ്ടുപേരും ജീവൻ സമർപ്പിച്ചു. പരിശുദ്ധ കുർബാന നമ്മിലേക്ക് സഭാഗാത്രത്തിൻ്റെ അടിത്തറയും അതിൻ്റെ മാഹാത്മ്യവും നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. പത്രോസാകുന്ന പാറമേൽ ഈശോ പണിതുയർത്തിയ സഭ എന്ന ഗാത്രം പൗലോസിനെ പോലുള്ളവർ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോന്ന വിധത്തിൽ ജീവിതത്തെ പരിവർത്തനം ചെയ്ത ആ അനുഭവം, ഇതാവട്ടെ ഓരോ പരിശുദ്ധ കുർബാനയും. ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നോക്കി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഓരോ കുർബാനയിലും പത്രോസിനെ പോലെ പ്രഘോഷിക്കാൻ നമുക്കാവട്ടെ. ഒപ്പം ദൈവസ്നേഹത്തിൻ്റെ ഈ ആർദ്രഭാവങ്ങളിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും എന്ന ചങ്കുറപ്പോടുകൂടെ പൗലോസിനെ പോലെ ചോദിക്കാനും നമുക്കാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ.